ജി കൊള്ളാമല്ലേ? നൈസ്, നല്ല സ്ഥലം, നല്ല അടക്കമൊതുക്കവും വൃത്തിയൊക്കെ ആക്കി ഇട്ടേക്കുന്ന ഫുള്ള്. അതാടി നമ്മൾ സാധാരണ ബോയ്സ് താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പം ലൈക്ക് ഫുൾ അലങ്കോലമൊക്കെ ആക്കിയിട്ട് ഫുൾ അതും ഇതും അങ്ങനെയൊക്കെയല്ലേ. ബട്ട് ഇത് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ. അതെന്താണോ എന്തോ. എന്തായാലും ഒരു നല്ല വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പിള്ളേരാന്ന് തോന്നുന്നു. എൻ്റെ ചേട്ടനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ, വെൽ ഡിസിപ്ലിൻഡ് ആണ്, മാനേർഡ് ആണെന്നൊന്നും. അത് മാത്രം എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. അയ്യോ അയ്യോ. അവൻ ആകെ കുറച്ച് ദിവസത്തേക്കാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നതെങ്കിലും ആ കുറച്ച് ദിവസം ആ വീടിൻ്റെ കോലം ഒന്ന് കാണേണ്ടത് തന്നെയാണ് നിങ്ങൾ. അപ്പം അത് കണ്ടിട്ട് വെൽ ഡിസിപ്ലിൻഡ് ആണ്, വെൽ മാനേർഡ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി ബാക്കി കൂടെ ഉള്ളവരുടെ വല്ലതായിരിക്കും, കൂടെ ഉള്ളവരുടെ കഴിവായിരിക്കും, അല്ലാതെ അവനൊന്നും ആയിരിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ലേറ്റായെന്നെങ്ങാനും അവർ ചോദിച്ചാൽ, ഇൻ കേസ് അവർ ചോദിച്ചാൽ, നമ്മൾ ഷോപ്പിങ്ങിന് പോയത് അന്നേ പറയാമോ. പബ്ബിൽ പോയി കഴിഞ്ഞാണെങ്കിൽ ഒന്നും പറഞ്ഞേക്കല്ലേ പ്ലീസ്. അത് നീ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ പറയത്തില്ല. ബട്ട് ഫസ്റ്റ് ടൈം പബ്ബിലെ എക്സ്പീരിയൻസ് നൈസ് അല്ലായിരുന്നോ? പിന്നില്ലാതെ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ സാധാരണ ടി വിയിലും ഫോണിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഡി ജെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്ലബിലൊക്കെ പോയപ്പം വാവ് അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് അനദർ എക്സ്പീരിയൻസ്. പിന്നെ നീമാർ പറയത്തില്ലെന്ന് എനിക്കറിയാം, ബട്ട് നമ്മുടെ വായിൽ നിന്ന് അറിയാതെങ്ങാണം വീണ് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നീ ജെനി, കാരണം നീ പറയുമ്പോൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതാണ് പറയുന്നത്. അപ്പം നമ്മുടെ വായിൽ നിന്ന് അതറിയാതെ വീണ് കഴിഞ്ഞാൽ വീഴാൻ കാത്തിരിക്കുക, ഓരോന്ന് പെറുക്കിയെടുക്കാൻ അറിയാമല്ലോ. അതുകൊണ്ട് ബി കെയർഫുൾ, അത്രയും ഞാൻ പറഞ്ഞോളൂ. ശരിയാ ജെനി, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നീ കാരണം വാ തുറന്നാൽ നീ എല്ലാം വിളിച്ചങ്ങ് പറയും. അതുകൊണ്ട് ഒന്ന് ഒരു പൊടിക്കൊന്ന് അടങ്ങുന്നത് നല്ലതായിരിക്കും ഈ കാര്യത്തിൽ. അയ്യടി മക്കളെ, ഒന്ന് താന്ന് എന്നൊന്ന് വിചാരിച്ച് രണ്ടും കൂടി എൻ്റെ തലയിൽ കയറുന്നു. കൊള്ളാം, എൻ്റെ തല ഇപ്പോൾ ഫ്രീ ആണല്ലോ, അപ്പോൾ എൻ്റെ തലയിൽ കയറാമല്ലോ. അയ്യടി മനമേ. ഒന്ന് പോവാം എൻ്റെ ജെനി കൊച്ചേ. അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് മുന്നേ വിശ്വേട്ടൻ റൂമിലോട്ട് പോകുന്നുണ്ടായിരുന്നു. നിനക്ക് പോയി സംസാരിക്കണോ? എടി ശരിക്കും ആണോ? നീ കണ്ടോ? എന്നിട്ട് നീ എന്താ അപ്പം പറയാഞ്ഞത്? ഇപ്പോഴാണോ അത് പറയുന്നേ? ആ സമയത്ത് ഞാൻ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നത്, അതാണ് ഞാൻ പറയാഞ്ഞത്. ഞാൻ കണ്ടായിരുന്നു. നീ പോയി സംസാരിക്കുക. നീ പുള്ളിക്കാരനോട് സംസാരിച്ചിട്ട് ഇപ്പം 2-3 ദിവസമായില്ലേ? അത് കറക്റ്റാണ്. ബട്ട് ഞാനെങ്ങനെ പുള്ളിയുടെ റൂമിലൊക്കെ പോകുന്നത്? നിൻ്റെ അടുത്ത് അങ്ങനെ റൂമിൽ പോയി അങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ല, ചെയ്യാനല്ല പറയുന്നത്. നിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനാണ് പറഞ്ഞല്ല, വേറൊന്നും അല്ല മോളെ. എന്താണേലും ഒരു അന്യപുരുഷൻ്റെ റൂമിൽ പോകുന്നത് തെറ്റല്ലേ? എങ്കിൽ തെറ്റും ശരിയും കണ്ടുപിടിച്ച് നീ അവിടെ ഇരുന്നോ. ഇവിടെ കടാ പോകണ്ട, നീ സംസാരിക്കണ്ട, പ്രശ്നം സോൾവായേ. തനു യൂട്യൂബ് ബ്രൂട്ടസ്. എനിവേയ്സ് ഞാൻ പോവാം. അപ്പോൾ എന്ന് സംസാരിച്ചിട്ടൊക്കെ വരാം അല്ലേ? അങ്ങനെ നിന്നെ അടുത്ത് വിഴുങ്ങാൻ നോക്കിക്കോ. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ തൊലിക്കട്ടി അപാരമായതുകൊണ്ട് പോയി സംസാരിച്ചിട്ടൊക്കെ വാ. ശരി, ഇപ്പം എങ്ങനെ കിടക്കുന്നു? എടി നീമാരല്ലേടി എൻ്റെ അടുത്ത് പറഞ്ഞത് പോയി സംസാരിക്കുമെന്ന്. എന്നിട്ടിപ്പം ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ സംസാരിക്കാൻ പോവാണ്. ബൈ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. കൊട്ടിയാലോ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് പേടിയാവുന്നു. അതോ തുറന്നങ്ങ് കയറണോ? അയ്യോ ദൈവങ്ങളെ, ശക്തി തരൂ പ്ലീസ്. ഇതെന്താ എനിക്ക് ഇത്ര പേടിയാവുന്നേ ആദ്യമായിട്ടാ ഇങ്ങനെ. ഗോഡ്, കൊട്ടാം ഫൈനൽ. അയ്യോ പിന്നെയും പേടിയാവുന്നു. കയറണ്ട, തിരിച്ചു പോയാലോ? വേണ്ട, എന്തായാലും ഇവിടം വരെ വന്നെയാ. യു ആർ ബ്രേവ് കുക്കു, യു ആർ ബ്രേവ്. നിനക്ക് നല്ല ധൈര്യമുണ്ട്, അതുകൊണ്ട് നീ പൊട്ടടി. അയ്യോ എനിക്ക് വയ്യ. ഓക്കെ. എന്താ ഇവിടെ കിടന്ന് പരുങ്ങുന്നേ? അത് ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ഞാൻ കയറിക്കോട്ടെ? കയറണമെന്ന് പറഞ്ഞാൽ നീ തിരിച്ചു പോവൂ. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ കയറി. വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വന്ന്, അത്രേ ഉള്ളൂ.
നിനക്ക് എന്നെ കണ്ടിട്ട് പൊട്ടനാന്ന് തോന്നുന്നു. ആ ചെറുതായിട്ട്. വാട്ട്? അത് പിന്നെ അതൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ ഇതുവഴി ഇങ്ങനെ പോയപ്പോൾ നാളെ ട്രിപ്പൊക്കെ പോവല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. വാട്ട് എവർ. എന്താണെങ്കിലും ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സോറി, ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. അയ്യോ അല്ല, ഞാൻ ടൈം പാസിന് വേണ്ടിയിട്ടൊന്നും അല്ല വന്നത്. ഞാൻ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വന്നയാ. അതിന് തന്നെ ടൈം പാസ് എന്ന് പറയുന്നത്? ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കാര്യമോ? എന്ത് കാര്യം? അഭിനയിക്കല്ലേ, ഞാൻ പ്രപ്പോസ് ചെയ്തായിരുന്നല്ലോ, എന്നിട്ട് അതിനൊരു റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞതാ എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. ആൻഡ് പിന്നെയും അതിൻ്റെ കാര്യം പറയുന്നത് എന്തിനാ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ യു ശരിക്കും നല്ല ഇറിറ്റേറ്റിംഗ് ആണ്. ഓക്കെ ലുക്ക് ചേട്ടാ, ആ കുട്ടീനെക്കാട്ടി എന്തുകൊണ്ടും മാച്ച് ചേട്ടന് ഞാനാണ്. അത് വേണമെങ്കിൽ ഇവിടെ ആരടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കോ, ആ കുട്ടീനെക്കാട്ടി മാച്ച് ഞാനാണ്. എന്നിട്ട് വൈ ഡോണ്ട് യു അക്സെപ്റ്റ് മൈ പ്രൊപ്പോസൽ? നിനക്ക് ഇതിനെപ്പറ്റി തന്നെയാണ് പറയാനുള്ളെങ്കിൽ യു ക്യാൻ ഗോ ടു യുവർ റൂം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ടൈം. അവളെ വിളിച്ചുകൊണ്ടിരിക്കാനും അവളെ കൊണ്ടാക്കാനും അവളെ കൊണ്ടുവരാനും ഇതിനൊക്കെ ടൈമുണ്ടല്ലോ. എൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനാണ് ടൈം ഇല്ലാത്തതല്ലേ? എക്സ്ക്യൂസ് മീ, അതിന് നീ എൻ്റെ ആരാ? ലുക്ക്, അതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്. സോ അവൾക്ക് വേണ്ടി എനിക്ക് ടൈം ഒരുപാടുണ്ട്. ബട്ട് ഹു ആർ യു ടു മീ? നീ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ പേജിൽ നിൽക്കുന്നത് തന്നെ. ആൻഡ് ടുമോറോ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വരുന്നതും. അല്ലാതെ ഞാനുമായിട്ട് പേഴ്സണലി നിനക്ക് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? എങ്കിൽ ഗേൾ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ, ഞാൻ പോവാ, ബൈ. What the hell? I'm sorry. Get out of here now. നാണം കെട്ട്. ഇനി അങ്ങനെ മുഖത്ത് നോക്കും അങ്ങേരുടെ. അയ്യോ എനിക്കറിയാൻ വയ്യ, ഫുള്ള് തൊലി ഉരിഞ്ഞു പോയി. ഇനി പെണ്ണെ, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറ. നീ ഇങ്ങനെ നാണം കെട്ട് തൊലി ഉരിഞ്ഞെന്ന് പറയാം, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. എടി അത് പിന്നെ ഞാൻ പെട്ടെന്ന് വരാനൊരുങ്ങുമായിരുന്നേ, അപ്പം ആക്സിഡൻ്റിൽ അങ്ങനെ കയറി കിസ് ചെയ്തടി. സത്യം പറയടി, ആക്സിഡൻ്റിലിന്ന് കാണിക്കുന്ന വണ്ണം നീ അങ്ങനെ കയറി മനപ്പുറം കിസ് ചെയ്തല്ലേ? എൻ്റെ പെണ്ണുപിള്ള ഒന്നാമത് പൊളിഞ്ഞ് നിൽക്കുമോ ഇവിടെ. അപ്പോഴവളുടെ എനിക്ക് ചിരി വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പം. അല്ലടി, അത് ആക്സിഡൻ്റലി സംഭവിച്ചതാടി. അപ്പം അങ്ങേരെന്തോ വിചാരിച്ച് കാണും. നീ എന്താണെങ്കിലും നീ അങ്ങേരെ പുറകെ ഇടയ്ക്കല്ലേ, അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ നീ അങ്ങേരെ കയറി കിസ്സടിച്ചെന്നല്ലേ അങ്ങേര് വിചാരിക്കൂ. തേഞ്ഞ് നിൻ്റെ അടുത്തൊക്കെ ഞാൻ വന്നത് എനിക്കൊന്ന് സമാധാനിപ്പിക്കാൻ. അങ്ങേരങ്ങളൊന്നും വിചാരിക്കത്തില്ല, ഇറ്റ്സ് ഓക്കെ ഡി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ പറയുമ്പം എനിക്ക് വയ്യ. അങ്ങനെ പറയാനായിരുന്നോ? ഇല്ലടി, അങ്ങനെയൊന്നും വിചാരിച്ച് കാണത്തില്ല. അത് നമ്മളെ സ്വന്തം ചേട്ടൻ, അങ്ങനെയൊന്നും വിചാരിക്കത്തേ ഇല്ല. നീ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ആക്സിഡൻ്റിൽ കിസ്സായി, അങ്ങനെ ഇപ്പോൾ ആരാണെങ്കിലും വിചാരിക്കും. അതൊക്കെ ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്, യുനോ. ഓവറാക്കാതെടി. എടി സാരമില്ലടി, നിനക്ക് പിന്നെ കുറച്ച് തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ അങ്ങനെ വിചാരിച്ചാലും സീനില്ല, സീനില്ല, വിഷയമില്ല, അതൊക്കെ വിട്. എന്നാലും വാ കിടന്നുറങ്ങാം, നാളെ പോകണ്ടേ ഇല്ലേ? അത് മികച്ചൊരു തീരുമാനമാണ്, ഞാനും യോജിക്കുന്നു. കം ഓൺ, ലെറ്റ്സ് സ്ലീപ്പ്. കാർത്തി, നമുക്ക് എന്തായാലും ഒറ്റ കാറിൽ പോകാൻ പറ്റത്തില്ല, 2 കാർ എടുക്കേണ്ടി വരും. സോ അത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറെ എന്തെങ്കിലും ഉണ്ടോ? കാറോ? അതിന് നമ്മൾ കാറിലല്ലല്ലോ പോന്നേ. വാട്ട്? പിന്നെ നമ്മൾ എന്തിലാ പോന്നേ? ബെസ്റ്റ്. എടാ, കാറിൽ പോയാൽ അതിനൊരു അഡ്വഞ്ചർ കിട്ടുമോ? നമ്മൾ പറഞ്ഞൊരു അഡ്വഞ്ചർ ട്രിപ്പ് എന്നാ. സോ കാറിൽ പോയി അതൊക്കെ എങ്ങനെ നമുക്ക് സെറ്റാവുന്നേ? നമുക്ക് ബസ്സിൽ പോവാന്നേ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എടാ, പക്ഷെ നമ്മൾ ഇപ്പം ബോയ്സ് മാത്രമല്ല ഉള്ളത്, ഗേൾസും കൂടെ ഉണ്ട്. സോ അതുകൂടെ നമ്മളൊന്ന് മാനിക്കണം, മനസ്സിലായോ? അപ്പം കാറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി കംഫർട്ടബിൾ. ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് പ്രാക്ടിക്കൽ.
അതൊന്നും വിഷയങ്ങളുള്ള കാര്യങ്ങളല്ലെന്ന്. അതൊക്കെ നമ്മൾ നേരത്തെ അവളുമാരോട് സംസാരിച്ച് സെറ്റാക്കിയ വിഷയമാണ്. അവളുമാർക്കും കാറിൽ പോകുന്നതിനെക്കാട്ടിയും ബസ്സിൽ പോകുന്നതാണ് കുറച്ചുകൂടെ താല്പര്യം. അവരും നമ്മളെ പോലെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിക്കുന്ന കുറച്ച് പെൺകുട്ടികളാണ്, മനസ്സിലായോ? ആ എങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കേ, നമുക്ക് ഇറങ്ങണ്ടേ? വേറെ അതെ ഞങ്ങൾ റെഡിയാണ്, അപ്പം നമുക്ക് ഇറങ്ങിയാലോ? ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. നല്ല ബെസ്റ്റ് പണി എന്തായാലും നമുക്ക് കിട്ടിയേക്കുന്നത്. നിന്റെ അടുത്തൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞ കാർ എടുക്കാൻ ബസ്സിൽ പോണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അത് പിന്നെ ആരാണ് ഒരു അഡ്വഞ്ചർ ആഗ്രഹിക്കാത്തത് അല്ലേ? അതെ അഡ്വഞ്ചർ ആരും ആഗ്രഹിക്കാത്തത്? ഇപ്പം നടു റോഡിൽ നടക്കാം, അപ്പോൾ അഡ്വഞ്ചർ ആയല്ലോ. നിങ്ങൾ ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനിയിപ്പം വാട്ട് നെക്സ്റ്റ് അത് ആലോചിക്കേ. അതവൾ പറഞ്ഞു ശരിയാ. എന്താണേലും നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു അടി ഉണ്ടാവുമെന്നും നമ്മളെല്ലാവരെയും അതിനകത്ത് നിന്ന് പിടിച്ച് പുറത്താക്കി നട റോട്ടി ഇറക്കി വിടുമെന്നും ഇങ്ങനെയൊന്നും നമ്മളാരും അറിഞ്ഞില്ലല്ലോ. സോ അപ്പം ഇനി എന്തോ ചെയ്യുമെന്ന് ആലോചിക്കാം. ഇനി എന്തോ ആലോചിക്കാനാ? വല്ല ലിഫ്റ്റ് വല്ലതും കിട്ടുമോ നോക്കാം. എന്തായാലും നമുക്ക് നടക്കാം. നടക്കുന്ന വഴിക്ക് വല്ല ലിഫ്റ്റോ കിട്ടുവാണെങ്കിൽ അതിനകത്ത് കയറി പോവാം. അത് നല്ലൊരു ഐഡിയ. അപ്പം നമുക്ക് അങ്ങനെ വല്ലതും നോക്കാം. അതെ, കുട്ടിക്ക് നടക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ ഇച്ചായനോട് പറഞ്ഞാൽ മതി കേട്ടോ. താൻ പോടോ, താൻ എന്തോ എന്നെ എടുത്തോണ്ട് നടക്കൂ? കുട്ടിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. വേണം? താൻ കുറേ എടുക്കും. താങ്ങുമോ ഇനി വല്ലോ? പിന്നെ എൻ്റെ ജനിക്കുട്ടിയെ താങ്ങാതെ ഒന്ന് പോവാ ഇവിടുന്ന്. എന്താടി മോളെ അലക്സിച്ചായന് ഒരിളക്കം, അതും നിന്നോട്? ശരിയാ, ഞാനും കുറേ നേരം കൂടെ നോക്കുന്ന. എന്താ മോളെ? അങ്ങേര് കുറേ കിടന്ന് ഇളകും. അല്ല, അങ്ങേരല്ലേ ഇളകുന്ന, ഞാനല്ലല്ലോ. അത് അങ്ങേരടുത്ത് പോയി ചോദിക്കണം. ഓ അങ്ങനെ ആവട്ടെ. നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് മാറി അങ്ങോട്ട് നില്ല്, എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു പോവാ. നമ്മുടെ ജനിക്കൊച്ച് ഭയങ്കര കലിപ്പിലാണല്ലോ. അതേടി, ഞാൻ കലിപ്പിലാടി, നിന്നെയൊക്കെ പിടിച്ച് തിന്നും ഞാൻ, നോക്കിക്കോ. തൽപ്പല കക്ഷിയല്ല. ബാഡി നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവള് ചൂടും പിടിച്ചോണ്ട് വരട്ടെ. നിക്ക് പെണ്ണുങ്ങളെ, ഞാനും ഉണ്ട്, എന്നെയും കൂടെ കൊണ്ടുപോകും. മോളെ കുക്കു, ഒന്നിങ്ങി വന്നേ, ഇച്ചാനൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇച്ചായ, പറഞ്ഞോ. അത് കുറച്ച് പേഴ്സണലാ, സീക്രട്ട് ആയിട്ട് പറയാനുള്ളതാ. ഇനി അതെന്താണോ എന്തോ. എന്താ ഇച്ചായ, കാര്യം പറയ്. അത് മോളെ, എന്താ അവൾ അങ്ങോട്ട് വളയാത്തത്? ആര് വളയുന്നതിൻ്റെ കാര്യം പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ. നമ്മുടെ ജനിക്കൊച്ച്. ജനിക്കൊച്ച്. അപ്പം ട്രാക്ക് അങ്ങോട്ട് തന്നെയാണ്, ഞങ്ങൾക്ക് തെറ്റിയതല്ല അല്ലേ? അതെന്താണെന്നറിയാവോ, എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായിടി. അതുകൊണ്ടല്ലേ ഒന്ന് വളച്ച് കാടി അതിനെ. വളയാൻ കുറച്ച് പാടാണ്, എങ്കിലും നമുക്ക് നോക്കാന്നേ. അത് മതി. നീ എങ്ങനെയെങ്കിലും വളച്ചു തന്നാ മതി, ഒരു പരാതിയുമില്ല. അല്ല, പകരം എനിക്കെന്ത് കിട്ടും? നിനക്ക് ഞാൻ എന്തോ വേണേലും വാങ്ങിച്ചു തരാം, നീ ഒന്ന് വളച്ചു തന്നാ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഡീൽ. വാ, നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം. അല്ല, എന്തായിരുന്നു രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാണ് എനിക്ക് കേട്ടാ. തൽക്കാലം ആരോടും പറയാൻ പറ്റത്തില്ല അല്ലേ അലക്സ് ചായ? അതെ, അത് ഞാനും എൻ്റെ കുക്കുമോളും മാത്രം അറിയാവുന്നൊരു സീക്രട്ടാ. അത് നിങ്ങളുടനെ അറിയാമായിരിക്കും, പക്ഷെ ഇപ്പോഴല്ല. എന്താടാ സംസാരത്തിലേക്ക് തേൻ ഒലിക്കുന്നല്ലോ. എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ. അത് ഞങ്ങൾ നോക്കിക്കോളാം അല്ലേ അലക്സ് ചായ? അയ്യോ, ഞങ്ങളൊന്നും പറയാൻ വരുന്നില്ലേ, വാ നമുക്ക് നടക്കാം. ഒന്നാമതും നടന്ന് മനുഷ്യൻ്റെ കാല് ഒരു വഴിയായി. അപ്പോഴാണ് നിൻ്റെയൊക്കെ അടുത്ത സീക്രട്ടും കാര്യങ്ങളും. അയ്യോ, എനിക്ക് വയ്യേ. നിനക്കല്ലേ അഡ്വഞ്ചർ വേണമെന്നൊക്കെ പറഞ്ഞത്, അപ്പം കുറച്ച് അഡ്വഞ്ചർ ആണെന്നങ്ങ് കൂട്ടിക്കോ. ശവത്തിൽ പിന്നെയും ഇട്ട് കുത്താതെടാ വിശ്വാ. ഗായ്സ്, നോക്കി ഒരു ട്രക്ക് വരുന്നു, നമുക്ക് കൈ കാണിച്ചാലോ? നിർത്തുമെന്ന് നോക്കാം. ശരിയാ, വാ നമുക്ക് കൈ കാണിക്കാം. ഭാഗ്യം ഈ ചേട്ടൻ ലിഫ്റ്റ് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നടന്ന്
നടന്ന് നടന്ന് നടന്ന് ഒരു വഴിയായേനെ. ഇത് കുറേ നടന്ന് 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 ഉണ്ടല്ലോ. ആ ഇനി നീ ഞാൻ പറയുന്നത് എണ്ണിക്കൊണ്ടിരിക്കേ. ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞത് കറക്റ്റാണേ. നമുക്ക് ലിഫ്റ്റ് കിട്ടി, നമ്മൾ നടക്കുമല്ലേ, അപ്പം നമ്മൾ പോവാണ്. സോ അത്രയും മനസ്സിലായല്ലോ, പിന്നെന്തുവാ. അപ്പം എൻ്റെ പൊന്നോ, ഞാനൊന്നും പറയാൻ വരുന്നില്ല, മിണ്ടാതെ അവിടെ ഇരിക്കേ. അതെന്താ, പോലീസ് ചെക്കിംഗ് ആണോ? ആടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചു നേരം പോസ്റ്റ് ആവേണ്ടി വരുമല്ലോ. വണ്ടി ഇവിടുന്ന് ഇനി മുന്നോട്ടെടുക്കാൻ പറ്റത്തില്ല, നിങ്ങളെല്ലാം വെളിയിലിറങ്ങുക. അതിന് നമ്മളെന്തോ ചെയ്ത്? നമ്മളിപ്പം ഇയാളുടെ കൂടെ ലിഫ്റ്റ് അടിച്ച് വന്നതാ. നമ്മൾ ടൂറിസ്റ്റാണ്. അതൊന്നും ഞങ്ങൾക്കറിയില്ല. എന്താണേലും ഈ വണ്ടി ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇതിനകത്ത് നിന്ന് പല സാധനങ്ങളും ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ ഈ വണ്ടി പിടിക്കുമ്പം നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. സോ നിങ്ങളും ഞങ്ങളുടെ കണ്ണിലെ ക്രൈം സസ്പെക്ട്സ് ആണ്. വാട്ട്? ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതല്ലേ ഞങ്ങൾ ലിഫ്റ്റ് അടിച്ച് വന്നതാണ്, ഞങ്ങൾക്ക് ഇയാളുമായിട്ടൊരു ബന്ധവും ഇല്ലാന്ന്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ലുക്ക് ഗൈസ്, ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഈ വണ്ടി പിടിച്ചെടുക്കുമ്പോൾ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇതോ സാർ അവിടെ നിൽപ്പുണ്ട്, സാറിനോട് പോയി സംസാരിക്കാൻ. നല്ല ബെസ്റ്റ് സമയത്താണ് പോലീസിന് പിടിക്കാൻ കണ്ടത്. തൈര്. നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞതാണ് കാറി വരാമെന്ന്. ദേഷ്യം കയറി വരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? കാറി വരാം. എടാ അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കാറിൽ വരാം അങ്ങനെ പറയേ. മോനെ, നീ എൻ്റെ കയ്യകലത്തു നിന്ന് മാറി നിന്നോ, ഇല്ലെങ്കിൽ എപ്പോഴാ എൻ്റെ കയ്യിൽ നിന്ന് ഏറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതവൻ പറഞ്ഞത് പോയിന്റ്. അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഗോൾ അടിക്കാൻ നോക്കുന്നു. അതിന് ഞാനെന്തോ പറഞ്ഞു. ഇതാ ഇപ്പൊ വലിയ കാര്യമായത്. നിങ്ങൾ അടി ഉണ്ടായിക്കൊണ്ടിരിക്കാതെ വാ, നമുക്ക് മറ്റേ സാറിനോട് സംസാരിച്ച് നോക്കാം. മേ ബി അത് ഗുണം ചെയ്താലോ. എങ്കി വാ. എക്സ്ക്യൂസ് മീ സർ. നിങ്ങളാണല്ലേ അപ്പം വണ്ടിയിലുണ്ടായിരുന്നത്? ഓക്കെ, ഇങ്ങോട്ട് മാറി നിൽക്കൂ. എടാ മോനെ വിശ്വ, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോടാ? ഓ, അങ്കിളായിരുന്നോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ലടാ കൊച്ചനെ, നീ എന്താ ഇവിടെ? പിന്നെ ഇവരൊക്കെ ആരാ? അത് അങ്കിൾ. ഇവരെൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ വന്ന ബസ്സിൽ ഒരു സീൻ ഉണ്ടായിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടവർ. അപ്പം പിന്നെ ഒരു ലിഫ്റ്റ് വിളിച്ച് വന്നതാണ് ഈ വണ്ടിയിൽ. അപ്പം അപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇല്ലീഗൽ ബിസിനസ് നടത്തുന്ന വണ്ടിയായിരുന്നു എന്ന്. അപ്പം പിന്നെ ഞങ്ങളിവിടെ പെട്ടു. അതാണ് സംഭവിച്ചത്. എടാ കൊച്ചനെ, നീയൊക്കെ എന്തിനാണ് ബസ്സിലിറങ്ങിയത്? കുറെ കാറൊക്കെ ഉണ്ടല്ലോടാ നിന്റെ വീട്ടിൽ, എന്നിട്ടാണോ നീ ബസ്സിലൊക്കെ ഇറങ്ങി വന്നത്? അത് സാറേ, ഒരു അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അല്ലേലും ഇപ്പോഴത്തെ പിള്ളേർക്ക് അഡ്വഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെങ്കിലും നീ ഇങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ നമ്മളെ വേണ്ടപ്പെട്ട ചെറുക്കനല്ലേ. നിങ്ങൾ പൊക്കോന്ന്. താങ്ക് യു അങ്കിളെ, താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും നിന്റെ അപ്പനോട് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് കേട്ടോ. അത് ഞാൻ പറഞ്ഞോളാം അങ്കിളെ. എങ്കിൽ ശരി. അല്ല, ഇനിയിപ്പോൾ രാത്രി നമ്മളിത് എങ്ങോട്ട് പോവാ? ഒരു ഐഡിയ ഇല്ല മോളെ എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. അല്ലടാ, സാറ് ആരാ നിന്റെ? അതോ, അതെൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാടാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ വലിയ പരിചയമൊന്നുമില്ല. എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വന്ന് നിന്നെ ഒന്ന് പരിചയപ്പെട്ടത് നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കേണ്ടി വന്നേനെ, ജയിലിലും പോവേണ്ടി വന്നേനെ. ഓ മൈ ഗോഡ്. അതൊക്കെ വിട്, നമുക്ക് രാത്രി ഇപ്പം എങ്ങോട്ടാ പോകണ്ടേന്ന് പറ. നോക്ക്, നമ്മൾ മാത്രമായിരുന്നെങ്കിൽ വിഷയമില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം, അത് സീനില്ലായിരുന്നു. ബട്ട് ഇപ്പം ഇവരും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. സോ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ടിരിക്കണം. അത് വിശ്വേട്ടാ, ആ പോലീസ് അങ്കിളിനോട് ചോദിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും അടുത്ത് വല്ല സ്റ്റേ വല്ലതും ഉണ്ടെങ്കിൽ സെറ്റാക്കി തരുമല്ലോ. അത് നല്ലൊരു ഐഡിയ ആടാ. നീ ചെന്ന് അങ്ങേരോട് ചോദിച്ചു നോക്കേ. എങ്കിൽ വാ, നമുക്ക് ചോദിക്കാം. നീയൊന്നും പോയില്ലേടാ കൊച്ചനെ?
അത് അങ്കിളെ ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇവിടെ വല്ല അറേഞ്ച്മെൻറ്റ്സും ഉണ്ടോയെന്ന് ചോദിക്കാൻ വന്നതാണ്. അയ്യോ മോനെ, ഇത് ഫോറസ്റ്റ് ഏരിയ, ഇവിടെ ഇങ്ങനെ സ്റ്റേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? സർ മറ്റേ അവിടെയുള്ള ബംഗ്ലാവ് ഉണ്ടല്ലോ. ആ, അതിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ആ പിള്ളാരെ ഇവിടെ അടുത്ത് ആ ഫോറസ്റ്റിൻ്റെ അകത്ത് ഒരു ബംഗ്ലാവ് ഉണ്ട്. പേടിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല, അവിടെ ഇപ്പം ഗവൺമെൻറ്റാണ് നോക്കി നടത്തുന്നത്. അവിടെ കുറച്ച് പുതുക്കി പണികളൊക്കെ നടന്നു. ആൻഡ് ഇലക്ട്രിസിറ്റിയും വാട്ടർ സപ്ലൈയും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി സ്റ്റേ ചെയ്യാം, ഞാൻ താക്കോലെടുത്ത് തരാം. സാറേ ഇവിടെ എങ്ങനെ ലൈക്ക് ഫോറസ്റ്റിന് നടുക്കെന്നൊക്കെയല്ലേ പറഞ്ഞേ? അപ്പം എന്തെങ്കിലും നെഗറ്റീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പേടിക്കുന്ന പോലൊന്നുമില്ല. അവിടെ ഞങ്ങളും കൂടെ പോയിട്ടാണ് അവിടെ ഫുള്ളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയത്. അങ്ങനെ പറയാം, ഫുള്ളങ്ങ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ആ പഴയ പോലെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. എങ്കിലും ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അവിടെയൊക്കെ. കാരണം ഇപ്പം അത് ഗവൺമെൻറ് ടൂറിസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നൊരു ബംഗ്ലാവാണ്. അപ്പം നിങ്ങളാണ് അവിടെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടെ ഫസ്റ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെ ആർക്കും പറയരുത്, എനിക്ക് അറിയാവുന്ന പിള്ളേരായതുകൊണ്ട് ഞാൻ കീ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ തീരുമാനം എന്താ? നമുക്ക് അങ്ങോട്ട് പോകണോ? അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ പേടിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞേ? അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കാടിൻ്റെ നടുവിലൊക്കെ ആരാണോ എന്തോ ബംഗ്ലാവൊക്കെ കൊണ്ട് വെക്കുന്നത്? ഈ കാട്ടിൽ ഇവിടെ വല്ലതൊക്കെ കാണുമോ എന്തോ? ശരിയാ, വല്ല പാറ്റയോ പഴുതാരയോ മൃഗങ്ങളോ പാമ്പോ വല്ലതൊക്കെ കണ്ടാലോ? എന്തോ വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആരും ഒറ്റയ്ക്ക് ഓടരുത് പ്ലീസ്. എല്ലാവരും ഒരുമിച്ചേ ഓടാവൂ, കേട്ടോ? നീ ചുമ്മാ പേടിപ്പിക്കാതെടാ മനുഷ്യനെ. ഗായ്സ്, അങ്ങോട്ട് നോക്കേ. കണ്ടിട്ട് നല്ല പ്രേതങ്ങളൊക്കെ ഒഴുകി നടക്കുന്ന കൊട്ടാരം പോലും ഉണ്ടല്ലോടാ. പ്രേതമൊന്നും കാണൂല. പോലീസ് അങ്കിൾ പറഞ്ഞ കേട്ടില്ലേ, പ്രേതമൊന്നും കാണൂല, അതൊക്കെ ചുമ്മാ നമുക്ക് തോന്നുന്നതാന്ന്. അതെ, ആ പ്രേതം ആ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ കിടന്ന് ഒഴുകുന്നത്. നിങ്ങളൊക്കെ മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ. ആജ്ഞ പോലെ മഹാരാജൻ. ഈ കൊട്ടാരത്തിൻ്റെ കഥ എന്തായിരിക്കും? എല്ലാ കൊട്ടാരത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കഥയൊക്കെ കാണുമല്ലോ. എന്താണെങ്കിലും ഒരു ബംഗ്ലാവ് ആരും ചുമ്മാ ഉണ്ടാക്കിയിടത്തില്ല. അപ്പം പാസ്റ്റിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിലോ ഇതിന്? തുടങ്ങി പുസ്തകപ്പുഴു ഗവേഷണം. എന്താ പൊന്നോ. അല്ല, അലക്സിച്ചായൻ പറഞ്ഞതിലും കാര്യമുണ്ട്. മേ ബി എന്തെങ്കിലും സ്റ്റോറി കാണുമായിരിക്കും ഇതിൻ്റെ പിന്നിൽ. എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു സേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ, എന്തെങ്കിലും മണം വരുന്നു നോക്കേ. മണവോ? ഇല്ലല്ലോ, എനിക്ക് മണമൊന്നും വരുന്നില്ല. അത് തന്നെ, എനിക്ക് മണമൊന്നും വരുന്നില്ല. നിനക്ക് അടിച്ചോ വല്ല മണവും? എനിക്ക് മണമൊന്നും അടിച്ചില്ല. അതുകൊണ്ടല്ലേ നിങ്ങളടുത്ത് ചോദിച്ച മണം വല്ലതും അടിക്കുന്നുണ്ടോന്ന്. ഈ മരവള്ളീനെ കൊണ്ട് എടാ, നീ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരുന്നേ. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് നോക്കാം. സംഭവം സ്ഥലമൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങളിത് ആ റൂം എടുത്തോ, ഞങ്ങൾ ഈ റൂം എടുത്തോളാം. ഓക്കെ, അപ്പം ബൈ. ശരിയാ, നല്ല ടയേർഡാ. അപ്പം ഞങ്ങൾ പോയി റെസ്റ്റ് എടുക്കട്ടെ. ബൈ. എടി, നമുക്ക് ആ നിഖിലേട്ടനെ ഒന്ന് പേടിപ്പിച്ചാലോ? അത് വേണോ മോളെ? ഇപ്പം തന്നെ നമ്മൾ നല്ല ടയേർഡാ. ഇനി മേക്കപ്പൊക്കെ ചെയ്ത് പോയി പേടിപ്പിച്ച്. അയ്യോ, കാർത്തിയേട്ടൻ്റെ വായിന്നും വിശ്വേട്ടൻ്റെ വായിന്നും അലക്സിച്ചാൻ്റെ വായിന്നും എന്തിന് എല്ലാവരുടെ വായിന്നും നല്ല വൃത്തിക്ക് കേൾക്കാൻ പറ്റും. അതും ശരിയാണല്ലേ. സാരമില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. അത് നല്ലൊരു തീരുമാനമായിരിക്കും. അല്ല, നമുക്ക് കിടന്നാലോ? നല്ല ടയേർഡാ, കുറേ നടന്നില്ല ഇന്ന്. അയ്യോ.
അത് ശരിയാ, നമ്മൾ കുറേ നടന്ന്. എങ്കിൽ വാ കിടന്നുറങ്ങാം. ഇതെന്താ ഭയങ്കരമായിട്ട് വിയേർഡടിക്കുന്നേ? ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. തനു തനു എടി ജെനി, എണീക്കടി. തനുവേ, തനു എടി എന്തുവാടി, ഉറങ്ങാൻ സമ്മതിക്കടി. എവിടെ ആയി പോത്തുങ്ങൾ എണീക്കുന്നൊന്നുമില്ല. ഇനിയിപ്പം എന്തോ ചെയ്യും? ഈ കൊട്ടാരം ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ? എന്തായാലും എല്ലാവരും കിടന്ന് ഉറങ്ങുക. വേറെ പണിയൊന്നുമില്ല, ഉറക്കവും വരുന്നില്ല. അപ്പം പിന്നെ അന്ന് കാണാൻ ചെയ്യാം. ഇതെന്താ സീക്രട്ട് റൂമോ? വാവ്, ഞാൻ ഇതൊക്കെ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താന്ന് പോയി നോക്കിയാലോ? വേണോ? വല്ല സാധനങ്ങളും ഉണ്ടെങ്കിലോ അവിടെ? ചെന്ന് നോക്കാം. എന്താണെങ്കിലും എന്താ, വേറെ പണിയൊന്നുമില്ലല്ലോ, നോക്കാം. അതെന്താ തിളങ്ങുന്നത്? വാവ്, അവസാനം നീ വിചാരിച്ചതുകൊണ്ട് നീ എടുത്തു. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കേ, നീ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും ഞാനത് സമ്മതിക്കത്തില്ല. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എടുത്ത് പോക്കറ്റ് ഇട്ടേക്കാം. എന്താണേലും ആരും ചോദിക്കാനൊന്നും വരാൻ പോകുന്നില്ല. അപ്പം എടുത്ത് പോക്കറ്റ് ഇടാം. കുറേ ടൈമായല്ലോ. പോയി കിടന്നുറങ്ങാൻ ഇനിയിപ്പം. അങ്ങനെ നമ്മുടെ നീണ്ട ട്രിപ്പ് കഴിഞ്ഞു. നല്ല ക്ഷീണമുണ്ട്. ഇവിടെ എങ്ങനെ കിടന്നുറങ്ങാം. ഹോസ്റ്റലിലൊക്കെ നാളെ പോവല്ലേ? എടി അതിനെപ്പറ്റി ഞാൻ പറയാൻ വന്നേ. എടി നമുക്ക് ഇവരുടെ അടുത്ത് എങ്ങനെയും പറഞ്ഞ് നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കാതെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാലോ? എടി പെണ്ണെ, ഞാൻ അവനുണ്ടായതുകൊണ്ടാണ് നിന്നെയൊക്കെ കൊണ്ട് വുമൻസ് കോളേജിൽ കയറിയത്. എന്നിട്ട് ഇപ്പം നീയൊക്കെ പറയുന്ന ഇവിടെ നിൽക്കണമെന്ന്. വാവ് വാവ് വാവ്. എടി ഇപ്പം പണ്ടത്തെ പോലെ നിങ്ങൾ അടിയും പിടിയും ഒന്നും ഇല്ലല്ലോ. അപ്പം നല്ലൊരു ബോണ്ടായില്ലേ? നിങ്ങൾ രണ്ടുപേരും നല്ല മെച്ചോടൊക്കെ ആയില്ലേ? അപ്പം പിന്നെ ഒന്ന് പറഞ്ഞു നോക്കടി. എടി ആ ഹോസ്റ്റലിൽ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ നിൽക്കുന്നതാ. അതാ ഞാൻ പറഞ്ഞത്. അവൾ പറഞ്ഞത് ശരിയാ. നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് നിൻ്റെ വിശ്വേട്ടനെയും കാണാം, എനിക്ക് കാർത്തിയേട്ടനെയും കാണാം, പിന്നെ ദൈവക്ക് അലക്സിച്ചാനെയും കണ്ടൂടെ? എടി ഇവക്ക് വിശ്വേട്ടൻ ഓക്കെ, നിനക്ക് കാർത്തിയേട്ടൻ ഓക്കെ. അലക്സിച്ചായനെയും എന്നെയും തമ്മിൽ അതെന്തുവാ? ആ ഇടപാടെന്തുവാ? പൊന്നു മോളെ, നിനക്കൊന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ആ ട്രിപ്പിന് ഫുൾ അലക്സിച്ചായൻ നിൻ്റെ അടുത്ത് കിടന്ന് ഇളകുന്ന കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അതിനിപ്പോൾ എന്തുവാ? അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് അങ്ങനെ കാണണം, അതിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നാണോ? അല്ല പിന്നെന്തിനാ മോൾ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇത്രയും കിടന്ന് ഇതാവുന്നേ? അത് ഞാൻ അങ്ങനെ കാണാനൊന്നുമല്ല. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഇവിടെ നിന്നപ്പം കൊള്ളാം, അതുകൊണ്ടാണ് പറഞ്ഞല്ല. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, കൊള്ളാമല്ലേ? ഉവ്വേ, ഇത് എവിടം വരെ പോകും നമുക്കൊന്ന് നോക്കാം അല്ലേ എടി താനു? അതെ, വാ നമുക്ക് പോയി അവരടുത്ത് സംസാരിച്ച് നോക്കാം. അതെ കാർത്തിയേട്ടാ. എന്താ അങ്ങ് തേൻ ഒലിക്കുന്നല്ലോ? എന്താ വല്ല സോപ്പിടാനും വല്ലോ ആണോ? ഞാനോ സോപ്പിടാനോ? അങ്ങനൊന്നുമല്ല. അത് പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളിനി ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകുന്നില്ല. ഹോസ്റ്റലിൽ തിരിച്ചു പോകുന്നില്ലെന്നോ? പിന്നെ നിങ്ങൾ എവിടെ നിൽക്കാനാ? ഇവിടെ നിൽക്കാമല്ലോ. പ്ലീസ് നോ മാത്രം പറയല്ലേ. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ഇവിടെ നിന്നപ്പം കൊള്ളാം, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളിവിടെ ഒരു റൂമിലൊരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. പ്ലീസ് നോ പറയല്ലേ. അതൊന്നും ശരിയാവത്തില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ഹോസ്റ്റലിൽ പോയാൽ അതൊന്നും ശരിയാവത്തില്ല. എന്തോ കാർത്തിയേട്ടാ, പ്ലീസ് ഒന്ന് സമ്മതിക്ക് പ്ലീസ്. അല്ല, ഇവിടെ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നോക്ക് അലക്സിച്ചായ, ഞങ്ങൾ കാർത്തിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി മുതൽ ഇവിടെ നിന്നാൽ മതി, ഹോസ്റ്റലിൽ പോകണ്ടെന്ന്. പക്ഷെ കാർത്തിയേട്ടൻ സമ്മതിക്കുന്നില്ല. അലക്സിച്ചായ ഒന്ന് പറ അലക്സിച്ചായ.
ആ നിങ്ങൾ പോകുന്നില്ലേ? ആ എടാ കാർത്തി, അവരിവിടെ നിൽക്കട്ടെ, അതിനിപ്പോൾ എന്താ, അവര് ആ റൂമിൽ താമസിച്ചോളൂല്ലോ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം, അവിടെ നിൽക്കട്ടെന്നേ. മോനെ, നിന്റെ ഇളക്കം എങ്ങോട്ടൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. എടാ അതൊന്നും ശരിയാവത്തില്ലടാ. അതെന്താ ശരിയാവാത്ത? ഞാൻ നിൻ്റെ പെങ്ങളല്ലേ, പിന്നെ ഇവരെൻ്റെ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ പിന്നെ അവിടെ നിന്നാൽ എന്താ കുഴപ്പം? എന്നാലും ഓക്കെ, ഇവിടെ നിന്നോ, കുഴപ്പമില്ല. അല്ലേലും എൻ്റെ ചേട്ടൻ മുത്താണേ. മതി മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ചെല്ല്. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. അങ്ങനെ അത് സെറ്റായി. അപ്പം നമുക്കിനി മുതൽ ഇവിടെ നിൽക്കല്ലേ. വാവ്. എന്നാലും സമ്മതിച്ച് തരരുത് കേട്ടോ, അലക്സിച്ചായനെ വായി നോക്കാനാണെന്നേ. എടി പെണ്ണെ, ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനൊന്നുമില്ല. നീ പോയേ. എടി നോക്കടി, ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മുഖത്തോട്ട് നോക്ക്. ഇനി പറ, നിനക്ക് അങ്ങനെ ഒന്നുമില്ലേ? എടി അങ്ങനൊക്കെ ചോദിച്ചാൽ എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങേരെ ആ കോഴിത്തരം നിർത്തണം ആദ്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങേരെ അടുത്തൊന്നും പറയാതെ നിൽക്കുന്നത്. എടി അതിന് അനുസരിച്ചാൽ നിൻ്റെ അടുത്തല്ലേ കോഴിത്തരം കാണിക്കുന്നത്, വേറെ അടുത്തും അല്ലല്ലോ. അതിന് നമുക്കതെങ്ങനെ അറിയാനോ? അങ്ങേര് കോളേജ് എല്ലായിടത്തും കോഴിത്തരം കാണിക്കുന്നുണ്ടെങ്കിലോ? ഇങ്ങനെ ആദ്യം ഒന്ന് നിർത്തട്ട്, അപ്പം അത് കേൾക്കേ പറയുന്നുള്ളൂ. അപ്പം അലക്സിച്ചായനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാ. എങ്കിൽ ഞാനും കൂടെ നിൽക്കാം. അതാണ് എൻ്റെ ബേബി ഗേൾസ്. അപ്പം നമുക്ക് കിടക്കാം. എടി നീയൊക്കെ രണ്ടും കിടന്നോ, എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല. ഞാൻ കുറച്ച് നേരം ടെറസിൽ പോയി നിൽക്കട്ടെ. എന്തോ പറ്റിയടാ, വല്ല വയ്യായ്ക വല്ലതും ഉണ്ടോ? അതൊന്നുമില്ലാടി, ഞാൻ ചുമ്മാ ടെറസിൽ പോയി നിൽക്കാൻ ഒരു പൂതി, അതുകൊണ്ടാണ്. എങ്കിൽ ഞങ്ങളും വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോയി നിൽക്കാം. വേണ്ടാടി, ഇപ്പം തന്നെ നിങ്ങൾ നല്ല ടയേർഡല്ലേ, നിങ്ങൾ കിടന്നോ. ഞാനൊന്ന് കുറച്ച് നേരം പോയി നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാം, പെട്ടെന്ന് വരാം. എങ്കിൽ സൂക്ഷിച്ചു പോയൊക്കെ നിൽക്ക്. ഗുഡ് നൈറ്റ്, ബൈ. ആടി ശരി. ഹലോ, എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? കാർത്തിയേട്ടനോ? അതൊന്നുമില്ല, ഞാൻ ചുമ്മാ വെറുതെ ഉറക്കം വന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അമ്പലമാമനെയൊക്കെ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ. അപ്പോൾ അവളുമാരോ? സാധാരണ തലയും വാലൊക്കെ കാണുന്നതാണല്ലോ. അവളുമാർ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കിടന്നോ, ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ പിന്നെ ഞാനും കൂടെ കമ്പനി തരാം. അല്ല, എന്താ ഇത്ര ഡീപ്പായിട്ട് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്? അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ലൈഫ്, ലൈക്ക് ഫ്രണ്ട്സ്, കോളേജ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചതാണ്. അങ്ങനെ. പിന്നെ തനിക്ക് എങ്ങനെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? റിലേഷനോ? ഉണ്ടായിട്ടുണ്ട്. അത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം. അത് മൊത്തം കോമഡിയാ. അതെന്താ ഇത്ര കോമഡി? എൻ്റെ അടുത്തൂടെ പറ. അതൊന്നുമില്ല, നമ്മൾ കുഞ്ഞിലെ ഓരോരോ കാര്യങ്ങളൊക്കെ, അല്ലാതെ വേറൊന്നുമല്ല. അവളുമാർക്കും അറിയാം, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു ഒന്ന് ചിരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ. അപ്പോൾ പിന്നെ തനിക്ക് ഇനിയൊരു റിലേഷൻഷിപ്പിനോടൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ലായ്മയൊന്നുമില്ല. എനിക്ക് പറ്റിയ ഒരാൾ വന്നാൽ ഓക്കെയാ. നോക്ക് തനു, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ഞാനിതിപ്പോൾ പറയണമെന്ന് വിചാരിച്ചതല്ല, ഇപ്പം പറയണമെന്ന് തോന്നിയതിൻ്റെ റീസൺ, എനിക്ക് ഇത് ലാഗാക്കി കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. എന്താ കാർത്തിയേട്ടാ, എന്താണേലും പറഞ്ഞോ. എനിക്ക് വലുതായിട്ട് ക്രിഞ്ച് അടുപ്പിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ലുക്ക് അറ്റ് ദി ടൈം നൗ, 11 ആൻഡ് ആകാശത്ത് മൂണും സ്റ്റാറും എല്ലാം നിൽപ്പുണ്ട്. ഇവരെല്ലാം സാക്ഷി നിർത്തി ഞാൻ പറയുക, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ലൈക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണറാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. തനിക്ക് എന്നോട് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് തൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇത്രയും നാൾ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ ഒന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് യു? വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് കാർത്തിയേട്ടനെ ആദ്യം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ തിരിച്ച് എന്നോടെങ്ങനെ എന്നെനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്.
ആൻഡ് ഇപ്പോൾ കാർത്തികേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ ഗോഡ്, ഈ ഒരു ഇറ്റ്സ് റിയലി സംതിങ്. ഓ അപ്പോൾ തനിക്ക് എന്നെ ഇഷ്ടമാ? ഓ ഗോഡ്, ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും താൻ എൻ്റെ അടുത്ത് പോസിറ്റീവ് റെസ്പോൺസ് തന്നതെന്നൊക്കെ. അപ്പം റിയൽ ആയിരുന്നല്ലേ? താൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ടല്ലോ. എക്സൈറ്റഡ് ആവാതെ പിന്നെ അവളുമാർ തറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് തുള്ളി ചാടും. അപ്പോഴാ അയ്യോ. സോ യു ബിക്കെയിം മൈ ഗേൾ ഫ്രണ്ട്? യെസ്. അപ്പം പിന്നെ എങ്ങനെയാ നമ്മുടെ കേരളമേ കണക്ക് മെയിൽ ലീഡ് ഫീമെയിൽ ലീഡിനെ പ്രപ്പോസ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് നെക്സ്റ്റ് വാട്ട് കിസ്സിങ്? ഓ അത് കേഡ്രാമ, ഇത് കേരളമാണ് സാറേ. പ്രപ്പോസ് ചെയ്തതുകൊണ്ടേ ഒന്നും കിസ്സിങ് ഒന്നും നടക്കത്തില്ല കേട്ടോ. ഓ അങ്ങനെ. സാരമില്ല, നമുക്കൊന്ന് നടന്നിട്ടൊക്കെ വന്നാലോ? ഓ അതിനെന്താ, പോവാ. അല്ല, താൻ നാളെ അവളുമാരോട് പറയുമോ നമ്മൾ സെറ്റായ കാര്യം? പിന്നെ ഇല്ലാതെ, കുക്കു അവിടെ ഓൾറെഡി എന്നെ നാത്തൂനായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു. അവളുമാരോട് ഇത് പറയുമ്പം ദേ വിൽ ബി റിയലി ഹാപ്പി. ഓ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം കുക്കു നിന്നെ അംഗീകരിച്ച് കഴിഞ്ഞു. അപ്പം പിന്നെന്താ സീൻ? പിന്നെ അല്ലാതെ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആടാ, നീ ചോദിക്കേ. വിശ്വേട്ടനും വിശ്വേട്ടൻ്റെ ഗേൾ ഫ്രണ്ടും സീരിയസ് റിലേഷൻഷിപ്പിലാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? സീരിയസ് റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ അവന് സീരിയസ് ആണ്, ബട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ബിക്കോസ് എന്തോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എനിക്ക് ആ കുട്ടീനെ കുറിച്ച്. അത് വേറൊന്നുമല്ല, കുക്കുവിന് വിശ്വേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിശ്വേട്ടനാണെങ്കിൽ അവളെ എപ്പോഴും ഇഗ്നോർ ചെയ്യുകയും കോൾഡൊക്കെ ആയിട്ട് അവളുടെ അടുത്ത് പെരുമാറുന്നത്. സോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അവളെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ. നീ അഥവാ അവർ തമ്മിൽ സീരിയസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. കുക്കു വിശ്വ അല്ലേ? എനിക്കറിയാം. കാർത്തികേട്ടന് അറിയാവോ? പിന്നെ ഇല്ലാതെ, ഞാൻ ഇവിടൊക്കെ തന്നെ അടി വേണ്ടേ ജീവിക്കുന്നേ. അതും ശരിയാ. പക്ഷേ വിശ്വേട്ടന് മാത്രം മനസ്സിലാവുന്നില്ല അവളുടെ ഫീലിങ്സ്. ഇനിയിപ്പം സീരിയസ് ആണെന്നൊക്കെയല്ലേ പറഞ്ഞ്, അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റി നിർത്താം. അതല്ല ഞാൻ ആലോചിക്കുന്നത്, അവൾക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ എന്നാ. അവളുടെ കൊച്ചിലെ അവൾക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. അപ്പം ആള് വീട്ടുകാരോടൊപ്പം മാറിപ്പോയതിന് ശേഷം ആളെ പിന്നെ അവൾ കണ്ടിട്ടില്ല. പിന്നെ അതായതും എല്ലാം കൊണ്ടും ശുഭം. കൊച്ചിലെ ഏത് വീട്ടുകാരോട് മാറിപ്പോയോ? അപ്പു ആണോ ഉദ്ദേശിക്കുന്നത് നീ? അപ്പു എന്നാ അവള് പേര് പറഞ്ഞത്. അപ്പു തന്നെ. അല്ല, ആ ചേട്ടനെ പറ്റി വല്ല വിവരമുണ്ടോ? പിന്നെ വേറെന്തോ അവള് പറഞ്ഞു, ലൈക്ക് അപ്പുവിന് തിരിച്ചും അവളെ ഇഷ്ടമാണ്, അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനൊന്നുമല്ല. തിരിച്ചിഷ്ടമാണോ എന്ന് നമുക്കറിയത്തില്ല. ലൈക്ക് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കണക്കായിരുന്നു. പിന്നെ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്നും പറഞ്ഞു. അല്ലാതെ അവൾ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള രീതിയിലാണ്. പിന്നെ കൊച്ചു പിള്ളേരല്ലായിരുന്നോ, അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ നമുക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനത്തെ സംഭവങ്ങൾ നടന്നായിരുന്നല്ലേ? അപ്പോൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. ആണോ? ആ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് അറിയാമോ? എങ്കിൽ പിന്നെ ആ ചേട്ടനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് അവർ തമ്മിൽ ഒന്ന് സെറ്റായി കൊടുക്ക്. അതാവുമ്പം ഈ വിശ്വേട്ടനെ അവളങ്ങ് മറക്കും. അതെന്തായാലും നമുക്ക് നാളെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പം വാ, നമുക്ക് തിരിച്ചു പോവാം. ഉറങ്ങണ്ടേ? ശരിയാ, ബാ പോവാം. ഇതാരാ ഫോൺ? ഇത് വിശ്വേട്ടൻ്റെ ഫോണല്ലേ? ഒന്ന് തുറന്നു നോക്കിയാലോ? ഇതാണോ വിശ്വേട്ടൻ്റെ ഗേൾ ഫ്രണ്ട്? ഈ കുട്ടീനെ ഞാൻ എവിടെയോ ഓർമ്മ വരുന്നില്ലല്ലോ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്.
എന്നാലും എവിടെ ആയിരിക്കും? എടി നോക്കൂ, നിൻ്റെ വല്ല തുണി ഇനി വല്ലതും കഴുകാനുണ്ടോ? ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കഴുകിയിടാനുണ്ടോ? ഞാൻ കഴുകാൻ പോവുക, നിൻ്റെ കൂടെ കഴുകിയിടാം. എൻ്റെ ഓൾമോസ്റ്റ് ഞാനെല്ലാം കഴുകിയിടി. ബട്ട് എൻ്റെ ബാഗിൽ നോക്കാം, ഐ തിങ്ക് ഒരു ജീൻസും കൂടെ കഴുകാൻ കാണും. അതുണ്ടെങ്കിൽ നീ അത് കഴുകിയിട്ടേക്ക്. എങ്കിൽ ശരി, ഞാൻ പോയി കഴുകിയിട്ട് വരാം. എന്നാലും എവിടെ ആയിരിക്കും? എന്തോ പറ്റിയേടി, എന്തോ പറ്റി? നീ എന്താ കിടന്ന് ആലോചിക്കുന്നത്? ഓ വന്നോ മൈ നാത്തൂൻസ്. എടി പോടി. നീ ഇത് പറ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്? അതില്ലേ, ഞാൻ വിശ്വേട്ടൻ്റെ ഫോൺ കുറച്ച് മുമ്പേ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാൾപേപ്പർ വിശ്വേട്ടനും ഗേൾഫ്രണ്ടാണെന്ന് തോന്നുന്നു. അതോ സിസ്റ്ററില്ലെന്നല്ലേ പറഞ്ഞു, അപ്പോൾ ഗേൾഫ്രണ്ടായിരിക്കും. അപ്പം പുള്ളിക്കാരിയും നിൽക്കുന്ന ഫോട്ടോ ഇട്ടേക്കുന്നത്. ബട്ട് ആ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടാന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലടി. എവിടെ ആയിരിക്കും അത്? നമ്മുടെ കോളേജ് വല്ലതും ഉള്ളതായിരിക്കുമോ? അല്ലല്ലോ, അത് അവരെ കോളേജിൽ പഠിക്കുന്നതാണെന്നല്ലേ പറഞ്ഞത്. അപ്പം പിന്നെ എവിടെ, നീ എവിടെ വെച്ച് കാണാനാ? ചിലപ്പം നമ്മൾ വല്ല അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയപ്പം കണ്ടേയായിരിക്കും. എക്സാക്ട്ലി, കിട്ടി. എടി, നമ്മളന്ന് പബ്ബിൽ പോയപ്പം ഒരു പെങ്കൊച്ച് 3 ചെറുക്കന്മാരൂടെ നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്ന കണ്ടില്ലായിരുന്നോ? എടി അവളാടി, എനിക്ക് ഉറപ്പാണ്, അത് അവൾ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. എടി വിശ്വേട്ടൻ്റെ ഗേൾ ഫ്രണ്ട് ആ ബിച്ചോ? എടി പോടി, അത് അവളൊന്നും ആയിരിക്കത്തില്ല, നിനക്ക് ചിലപ്പം തെറ്റിയതായിരിക്കും. ആ കുട്ടീനാണെങ്കിൽ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. അല്ലടി, എനിക്ക് ഉറപ്പാടി. ഞാൻ അത്രയ്ക്കും നല്ലോണം ഇത്രയും നേരം ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഫേസ് അതാ. എടി എനിക്ക് നല്ല ഉറപ്പായത് അവൾ തന്നെയാണ്. എടി നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ ഇത് ശരിയാവത്തില്ല. നീ ഇത് വിശ്വേട്ടൻ്റെ അടുത്ത് പറയുന്നതായിരിക്കും നല്ലത്. എന്തോ പറ്റി? ഇവിടെ എന്താ ഒരു ചർച്ച? നീ എല്ലാം കഴുകി കഴിഞ്ഞോ? ആടി, എല്ലാം കഴുകി. ഇവിടെ എന്താ ചർച്ച? അത് പറഞ്ഞില്ലല്ലോ. എടി അതുണ്ടല്ലോ, നമ്മളന്ന് പബ്ബിൽ പോയപ്പം ഒരു പെങ്കൊച്ച് 3 ചെറുക്കന്മാരൂടെ നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്ന കണ്ടില്ലായിരുന്നോ? അല്ല, ആ സ്ലട്ടിനെ പറ്റി എന്തിനാ ഇപ്പം ഇവിടെ സംസാരിക്കുന്നത്? എടി അതല്ലേ വിഷയം. എടി ഞാൻ കുറച്ച് മുന്നേ വിശ്വേട്ടൻ്റെ ഫോൺ കണ്ടായിരുന്നു. നീ എൻ്റെ അടുത്ത് വാഷ് ചെയ്യാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നപ്പം എൻ്റെ കയ്യിലിരുന്ന ഫോൺ വിശ്വേട്ടൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് വാൾപേപ്പർ നോക്കിയപ്പം ഈ പെങ്കൊച്ചും വിശ്വേട്ടന് നിൽക്കുന്ന പിക്കായിരുന്നു വാൾപേപ്പർ ഇട്ടിരുന്നത്. ഐ ആം ഡാം ഷുവർ ആ കൊച്ചാ വിശ്വേട്ടൻ്റെ ഗേൾ ഫ്രണ്ടെന്ന്. എടി നിനക്ക് ഉറപ്പാണോ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് വിശ്വേട്ടൻ്റെ അടുത്ത് ഇത് പറയണം. കാരണം ഷീസ് എ സ്ലട്ട്. വിശ്വേട്ടനെ ഒരിക്കലും ചേർത്തില്ല കൊച്ച്. എടി എക്സാക്ട്ലി, അത് തന്നെ ഞാനും പറയുന്നത്. ഞാൻ പോയി വിശ്വേട്ടൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാലോ? എടി അത് വേണോ? നമുക്ക് കാർത്തിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാർത്തിയേട്ടൻ വിശ്വേട്ടൻ്റെ അടുത്ത് പറയാം, അതല്ലേ നല്ലത്? ഇല്ലടി, ഞാനല്ലേ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ കാർത്തിയേട്ടനെ കൊണ്ട് പറയിപ്പിക്കുമ്പം നമ്മൾ മനഃപൂർവ്വം പറയിപ്പിക്കുന്നതാണെന്നേ തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കുമ്പം ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ പോയി പറഞ്ഞു നോക്ക്. എന്താണേലും ആ പെണ്ണ് ശരിയല്ല, അത് ഉറപ്പാണ്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. വിശ്വേട്ടാ, ഫ്രീ ആണോ? എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അന്നത്തെ പോലെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പൊക്കോണം. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ദാറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. അതെൻ്റെ കാല് വഴുതി വീണതല്ലാതെ അത് മനഃപൂർവ്വം ഒന്നും അല്ലായിരുന്നു. വാട്ട് എവർ. എന്നാണേലും വന്ന കാര്യം പറയ്. വിശ്വേട്ടൻ്റെ ഫോണിലെ വാൾപേപ്പറിൽ ഉള്ള കുട്ടിയാണോ വിശ്വേട്ടൻ്റെ ഗേൾ ഫ്രണ്ട്? ആണെങ്കിൽ ഇപ്പം എന്താ, അത് തന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട്. സോ വാട്ട്? ഡോണ്ട് ടേക്ക് ദിസ് ബാഡ്, ബട്ട് ഷീ ഈസ് നോട്ട് എ ഗുഡ് ഗേൾ. ഞങ്ങൾ അന്ന് പബ്ബിൽ പോയപ്പം ഐ സോ ഹർ വിത്ത് 3 ഗൈസ്. ഷീ വാസ് ഫ്ലേർട്ടിങ് വിത്ത് ദം. വാട്ട് ആർ യു ട്രൈങ് ടു സേ? നീ അടുത്ത നാടകം കൊണ്ട് ഇറങ്ങിയതാണോ? സീരിയസ്ലി, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് ഇമാതിരി ചീപ്പ് കളി കളിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ തമ്മിൽ ബ്രേക്കപ്പ് ആക്കാൻ. അതുകൊണ്ടാണ് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവളെ തന്നെ കണ്ടത്. ഐ ആം 100% ഷുവർ. ആൻഡ് ഞാൻ നിന്നെ വിശ്വസിക്കണോ? എൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി അനാവശ്യം പറയുന്നത് ഞാൻ കേട്ട് നിൽക്കണമെന്നാണോ? ഞാൻ ആരെയും പറ്റി അനാവശ്യം പറഞ്ഞതല്ല. ഷീസ് എ ബിച്ച്. ഐ നോ, ഐ സോ ദാറ്റ്. ഷീസ് എ സ്ലട്ട്. ഷട്ട് അപ്പ്. ഞാൻ പറഞ്ഞു എൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ഒരു അനാവശ്യമായിട്ടൊരു വാക്ക് നിന്റെ വായിന്ന് വീണ് പോയതെന്ന്. ആൻഡ് യു ക്രോസ് ദ ലിമിറ്റ്സ്. പിന്നെ ഈ ആട് നീ ചോദിച്ചു വാങ്ങിച്ചതാ. ഓ, എന്നെ അടിച്ചല്ലേ?
അതും ആ സ്ലട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ പോവാ, ബൈ. എടി എന്തായടി, നീ ഈശ്വരനോട് കാര്യം പറഞ്ഞോ? എടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നാടകം ഇറക്കുമെന്ന്, അതും അവരെ ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട്? ഇല്ലടാ, ഇപ്പം എന്തോ പറ്റി, നീ അങ്ങനെ നാടകം ഇറക്കും അങ്ങനെ പറഞ്ഞോ ഈശ്വേട്ടൻ? അങ്ങനെ പറഞ്ഞത് മാത്രമോ? ആ സ്ലട്ടിന് വേണ്ടി അങ്ങനെ തന്നെ അടിച്ചടി? വാട്ട്, അങ്ങനെ നിന്നെ അടിച്ചോ? അതും അവൾക്ക് വേണ്ടി? എന്നിട്ട് നീ കൊണ്ടുപോകണ്ടെങ്കിൽ പോരുന്നോ? ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു മോർ? പിന്നെ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു ഹൗ ഷീ ഫ്ലേർട്ട് വിത്ത് ദം? മോളെ, ഇത് പറയാനുള്ള കറക്റ്റ് ടൈം ഇതാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഞാൻ പറയുക, നീ ഇതെല്ലാം ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇത്രയും നാൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു, ബട്ട് ഇനി എനിക്ക് തോന്നുന്നില്ല ഇത് നല്ലതായിട്ട് പോകുമെന്ന്. സോ എല്ലാം നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ആൾ നിനക്ക് കുറച്ച് പോലും ഒരു പ്രയോറിറ്റി തരുന്നില്ലടി. ആൾ നിന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ? ആടി, ഞാനെല്ലാം നിർത്തുക. പക്ഷെ ഞാൻ കരയത്തില്ല കേട്ടോ, ഞാൻ ഒരിക്കലും കരയത്തില്ല. അവൾക്ക് വേണ്ടി ആളെന്നെ അടിച്ചില്ലേ, ഞാൻ കരയത്തില്ല, ഞാൻ സ്ട്രോങ്ങാണ്. കുക്കു, നീ വിഷമിക്കണ്ട, എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. നിനക്കുള്ള ആൾ വരും, വാട്ട് എവർ ഇറ്റ് ഈസ്. വിശ്വ എന്ന് പറയുന്നൊരു അധ്യായം എൻ്റെ ലൈഫിൽ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. സാരമില്ല, നിനക്ക് ഞങ്ങളില്ലേടി, പണ്ടും ഇപ്പോഴും എല്ലാം ഞങ്ങൾ തന്നെയല്ലേ. പിന്നെന്താ? പിന്നല്ല, നിങ്ങളെൻ്റെ ചുട്ടുമണികളല്ലേ. അങ്ങനെ നിങ്ങൾ തെറ്റായല്ലേ. ഇനി എപ്പോഴാണോ എന്തോ ജെനി പച്ചക്കൊടി കാണിക്കുന്നത്. എനിക്ക് മാത്രം പെണ്ണില്ല, യോഗമില്ല അമ്മണിയെ പായമടക്ക്. അല്ല, എന്നിട്ട് കുക്കുവിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവള് വല്ലതും പറഞ്ഞോ? അയ്യോ, അതൊന്നും പറയണ്ട. ഞങ്ങൾ സെറ്റാവുന്നതിന് മുമ്പ് അവള് തനൂനെ അവളുടെ നാത്തൂനായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ സെറ്റായത് തന്നെ. അതും ശരി, അവർ കൊച്ചിലെ മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ പിന്നെ തനൂനെ അവളുടെ നാത്തൂനാക്കുന്നതിലൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? നാത്തൂനോ? യു മീൻ സിസ്റ്റർ ഇൻ ലോ? ഓ, തന്നെ സിസ്റ്റർ ഇൻ ലോ തന്നെ. കാർത്തിയുടെ പെങ്ങളല്ലേ കുക്കു. അപ്പൊ പിന്നെ തനു എന്ന് പറയുന്ന അവളുടെ സിസ്റ്റർ ഇൻ ലോ ആവത്തില്ലേ കല്യാണം കഴിഞ്ഞ? കാർത്തിയുടെ പെങ്ങളായിരുന്നു കുക്കു. കാർത്തിയുടെ പെങ്ങളായതുകൊണ്ടല്ലേ നമ്മൾ അവരോട് ഇത്രയും കമ്പനി ആയത്. ഡോണ്ട് ടെൽ മീ യു ഡോണ്ട് നോ ദിസ്. അതിന് നിങ്ങളെന്നോട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നവരെ. ശരിയാണല്ലേ. അപ്പം ഇത്രയും നാൾ നിനക്ക് അറിയത്തില്ലായിരുന്നോ കുക്കു കാർത്തിയുടെ പെങ്ങളാണെന്ന്? എന്നാലും ഇപ്പം അറിഞ്ഞല്ലോ. ഡാം ഇറ്റ്. എന്തോ പറ്റിയേടാ? ഒന്നുമില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് കുക്കുവിനോടൊരു കാര്യം പറയാനുണ്ട്. കുക്കു, തനു, ജെനി ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ വിഷയം? എനിക്ക് അപ്പൂനെ ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, വീട്ടുകാരെ പ്രശ്നം കാരണം സ്ഥലം മാറിപ്പോ വേണ്ടിയൊക്കെ വന്നത് ഓർമ്മയുണ്ടോ? പിന്നില്ലാതെ, ഞാൻ മറക്കും അവനെ. കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ, പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ഓ, നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലേ. നിനക്ക് എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു അവൻ എവിടാന്നൊക്കെ. പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി, അതാ പിന്നെ ചോദിക്കാതിരുന്ന. അത് വിട്. അപ്പൂ ഇപ്പം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാവോ? എനിക്കറിയില്ല. ആളുടെ റിയൽ നെയിം പോലും എനിക്കറിയില്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ എനിക്കതിനറിയാനാ? എങ്കിൽ കണ്ണോടെ നോക്കോ, ഇതായിരിക്കുന്നു വിശ്വ. ഇതാ നിന്റെ അപ്പു. വിശ്വേട്ടനോ? എന്നെ കളിപ്പിക്കാൻ പറയല്ലോ? അല്ലടി, ഞാൻ വിചാരിച്ചു നിനക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന്. പിന്നെ ഇന്നലെ തനു എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എന്നാലും ഇതാ നിന്റെ അപ്പു. പിന്നെ ഇവന് നീ എൻ്റെ പെങ്ങളാണെന്ന് അറിയത്തില്ലായിരുന്നു, അതാ നിന്നെ ഇവന് മനസ്സിലാവാതിരുന്നത്. ഇന്നാ അറിഞ്ഞത് നീ എൻ്റെ പെങ്ങളാന്ന്. ആള് അതിൻ്റെ ഷോക്കില. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ റൂമിലോട്ട്. ആടി ചെല്ല്. കോളേജിൽ പോകണ്ടല്ലേ നാളെ തൊട്ട്? ശരിയാ, കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്, അപ്പം ഞങ്ങൾ പോവുക. എടി, പുള്ളിക്കാരനായിരുന്നു നിൻ്റെ അപ്പു?
എടി മോളെ, ഞാൻ ഒന്നാമത് പൊളിഞ്ഞിരിക്കുമോ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ നീ പിന്നെയും അത് ഓർമ്മിപ്പിക്കല്ലേ. അല്ല, ഇനി നിൻ്റെ പ്ലാൻ എന്താ? ഇനി എന്ത് പ്ലാൻ? ഞാൻ നേരത്തെ പറഞ്ഞ എന്താ അത് തന്നെ. ഇനി അതാ അപ്പോൾ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ചെന്ന് മിണ്ടുമെന്നാണോ? ഇല്ല, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത്രയും നാളതില്ലാതെ ആ രീതിയിലാണ് ഞാൻ പുറകെ നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എന്താണേലും അത് വിട്ടിട്ടൊരു കളിയില്ല. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് വേറെ ഒന്നും വേണ്ട നമുക്ക്. അതപ്പോൾ ആണെങ്കിൽ അവനവിടെ ഇരിക്കട്ടെ. ഇത്രയും നാളോ ഇല്ലായിരുന്നല്ലോ, നമ്മളെങ്ങനെയാവാൻ ഇല്ലാതെ ജീവിച്ച് അതേ കണക്ക് നമ്മൾ ഇനിയും ജീവിക്കും അല്ലേടി? അതത്രേ ഉള്ളൂ. എടി, നിനക്കൊക്കെ രണ്ടിനും എന്തേലും തോന്നുന്നുണ്ടോ? ലൈക്ക് someone is hearing us, ലൈക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്? എടി എന്താടി വേണ്ടേ നിനക്ക്? എനിക്കൊന്നും തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോടി? ബെസ്റ്റ്. ഇതെല്ലാം കൂടെ കേട്ടുള്ള ഷോക്ക് ഇരിക്കുമ്പോഴാണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാൻ പോകുന്നത്? എനിക്കെന്താ വല്ല പ്രാന്തമായോ? ഇല്ലടി, സീരിയസ് ആയിട്ട് എനിക്ക് കുറച്ച് നേരം കൊണ്ട് അങ്ങനെ തോന്നുന്നു. ലൈക്ക് ജെനി കുറച്ച് മുന്നേ വന്നില്ലായിരുന്നു? നേരത്തെ നമ്മൾ മറ്റേ പെങ്കൊച്ചിൻ്റെ കാര്യവും വിശ്വയുടെ കാര്യവും സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ജെനി നേരത്തെ വന്നില്ലായിരുന്നു, തുണി കഴുകിയിട്ടിട്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കങ്ങനെ തോന്നി തുടങ്ങിയത്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ ഫീൽ ലൈക്ക് someone is hearing us. എന്തോ നമ്മുടെ കൂടെ വേറെ ആരോ ഉള്ള പോലൊരു ഫീല്. ബെസ്റ്റ്. ജെനി തുണി കഴുകാൻ പോയപ്പോൾ പ്രേതത്തിനെയും പിടിച്ചുകൊണ്ട് വന്നെന്നാണോ നീ കിടന്ന് പറയുന്നത്? എടി, പ്രേതമൊന്നും പറയില്ലേ എടി പെണ്ണുപിള്ളേ. പ്രേതമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ലൈക്ക് എന്തോ ഒരു സംഭവം, എന്തോ ഒന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. എടി, ഇതേ നോക്കി ജനലൊക്കെ തനിയെ തുറക്കിടയ്ക്കൊക്കെ ചെയ്യുന്നു കണ്ടോ? എന്തോ സംതിങ് ഉണ്ട്. എടി പെണ്ണെ, അത് കാറ്റ് കാരണമാടി, അല്ലാതെ വേറൊന്നും അല്ല. കാറ്റാ? ഈ കാറ്റിനൊക്കെ അടിക്കാൻ കണ്ട സമയം. എന്താടി മോളെ, നിനക്ക് പേടിയാണോ? എടി, പേടിയുടെ അല്ലടി, എനിക്ക് എന്തോ സംതിങ്. എന്തായാലും എൻ്റെ മനസ്സിലെന്തോ കയറി കൂടിയിട്ടുണ്ട്. അത് പോകുന്നിടം വരെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. സോ അത് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ. അല്ലേലും ഞങ്ങളത് മൈൻഡൊന്നും ചെയ്യുന്നില്ല. കുക്കു കാർത്തിയുടെ പെങ്ങളായിരുന്നു. എൻ്റെ അമ്മ, ഓ ഗോഡ്, ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് ഞാൻ അവളെ അടിക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളിനി എന്നെ എന്തായാലും എടുത്ത് മിണ്ടാൻ പോകുന്നില്ല, ഉറപ്പാ അത്. വഴിയെ എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കണം. ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്ന്? എടി കുക്കു, ഇങ്ങ് വന്നേ. നീയാണോ എൻ്റെ ഫോൺ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാനോ? ഞാനെന്തിനാടി നിൻ്റെ ഫോൺ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്? ഞാനൊന്നും അല്ല, ഞാൻ എൻ്റെ ഫോണൊന്നും എടുത്തിട്ടൊന്നുമില്ല. എടി, ഞാനിത് ചാർജിലിട്ടിട്ട് പോയതാ. ഇത് പിന്നെ എങ്ങനെ ഇവിടെ വന്ന്? എടി, അത് നീ മറന്നു പോയതായിരിക്കും. ഇവിടെ നീ ചിലപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും അത് പോയത്. ചിലപ്പം നീ ചാർജിലിട്ടാണൊക്കെ ഓർത്തായിരിക്കും. എടി അല്ലടി, തനുവും കണ്ടതാ. ഞാൻ കുത്തിയിടുന്നത് അവൾ കണ്ടതാടി. ഇത് പിന്നെ എങ്ങനെ ഇവിടെ വന്ന്? എന്താ പറ്റിയേടി? എടി തനു, നീ കണ്ടില്ലേ ഞാൻ എൻ്റെ ഫോൺ ചാർജിലിടുന്നത്? ഞാൻ കുളിക്കാൻ പോയപ്പോഴല്ലേ? ഞാൻ കണ്ടായിരുന്നടി. ഇപ്പം എന്ത് പറ്റി? എടി നോക്കടി, എൻ്റെ ഫോൺ ഞാൻ തിരിച്ചു വന്നപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്നു. കുത്തിയിട്ടിരുന്ന ഫോൺ ദാ ഇവിടെ ഇരിക്കുന്നു. ഇതെന്താ? എടി നീയൊക്കെ ശ്രദ്ധിച്ചു, ഈ 2 ദിവസമായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന എല്ലാം എന്തൊക്കെയോ സംതിങ് ഉണ്ട്. എനിക്കറിയത്തില്ല. നമ്മൾ ബുക്ക് വെച്ചെടുത്ത് കാണത്തില്ല. ഫുള്ള് എന്തൊക്കെയോ ചുമ്മാ ജനലൊക്കെ തുറക്കി അടയ്ക്കുകയും ചെയ്യുന്നത്, കതവ് ഇതാവുന്നത്. പിന്നെ നിന്നെ ഞാൻ അവിടെ കണ്ടിച്ചിട്ട് കഴിയുമ്പോൾ നീ ഇവിടെ നിൽക്കുന്നു. ഓ മൈ ഗാഡ്, ഫുള്ള്. നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്ക് 2 ദിവസമായിട്ട് ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ. എടി എനിക്കും അങ്ങനെ ഫീൽ ചെയ്തടി. ഇന്നലെ ഞാൻ ഇവിടെ ബെഡിൽ തനുവിനോട് സംസാരിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം തനു കിച്ചണിൽ നിന്ന് വരുന്ന, ലൈക്ക് എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നീയായിട്ട് ഇമാജിൻ ചെയ്തതായിരിക്കും ഞാൻ കട്ടിൽ കിടന്ന് സംസാരിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയാതിരുന്നത്. അപ്പം നിനക്കും അങ്ങനെയൊക്കെ തോന്നിയല്ലേ? എടി നീയൊക്കെ എന്തൊക്കെയായി കിടന്ന് പറയുന്നേ, പക്ഷെ എനിക്കങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയടി. ഇവിടെ നടക്കുന്ന ഫുള്ള് ഈ 2 ദിവസമായിട്ട് എന്തൊക്കെയൊക്കെയോ അറിയത്തില്ല. നമുക്ക് അവന്മാർ സംസാരിച്ചാലോ? അവന്മാർക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലോ? നമുക്ക് സംസാരിച്ച് നോക്കാം. എന്തൊക്കെ വട്ടുകളാണോ എന്തോ. എങ്കിൽ വാ, നടക്ക്, പോയി സംസാരിക്കാം.
ഉം, അതെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും അമാനുഷികത ഫീൽ ചെയ്തോ? ഏ ഇവളെന്ത് കോക്കനട്ടാണ് ഈ പറയുന്നത്? എടീ വല്ലതൊക്കെ പറയാണെങ്കിൽ തെളിച്ച് പറയടി. അതല്ല, നിങ്ങൾക്ക് ഈ വീട്ടിൽ 2 ദിവസമായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. അയ്യോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളതിനെ പറ്റി. അപ്പൊ നിങ്ങൾക്കും ചെന്ന് തോന്നി? നിങ്ങൾക്കും തോന്നിയോ അതിനെ പറ്റി? ഞങ്ങളും ഇപ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, പക്ഷെ ഇവക്ക് മാത്രമൊന്നും തോന്നിയില്ല. അപ്പം നിങ്ങൾക്ക് തോന്നിയോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത്? അത് പറഞ്ഞേ. എടി, എന്തുവാടി നിൻ്റെ സംസാരത്തിനൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങളൊക്കെ പോലെ, എന്തുവാടി നീ പറയുന്നത്? എൻ്റെ പൊന്നു പെണ്ണെ, അതൊക്കെ നീ നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. അതെന്താന്ന് വെച്ചാ എനിക്ക് തോന്നിയത്, ഞാൻ ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് മിസ്സാവും. ആ, ബെസ്റ്റ്. അത് ഈ നിഖിലേട്ടൻ വല്ലതും ആയിരിക്കും എടുത്തത്, അല്ലെങ്കിൽ കാർത്തിയേട്ടൻ, അല്ലാതെ വേറെ ആരെടുക്കാനാ? അത് വിട്, ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ആഹാ, അത് കൊള്ളാല്ലേ, ഞാനൊന്നും അല്ല. ഓ, പക്ഷെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവം. ഞാനും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് കാണത്തില്ല അവിടെ. ഓ മൈ ഗോഡ് ഗൈസ്, തമാശ അസൈഡ്, ഞാൻ സീരിയസ് ആയിട്ട് പറയുക, എനിക്കും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു നെഗറ്റീവ് എനർജി, സംതിങ് ഇസ് വാച്ചിങ് അസ്, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ലൈക്ക് ഇതുപോലുള്ള പല ഇൻസിഡൻസും എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. ഇതെന്താ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നിയോ? ഓ ഗോഡ്, അപ്പം പിന്നെ എന്തെങ്കിലും കാര്യം കാണുമല്ലോ അതിനകത്ത്. എക്സാക്ട്ലി, അത് തന്നെ ഞാനും പറയുന്നത്. ഇവിടെ നടക്കുന്ന ഫുള്ള് ഒരുമാതിരി പ്രേതം സിനിമയിൽ നടക്കുന്ന കണക്കാണ് ഇവിടെ നടക്കുന്നത്. പ്രേതമൊന്നും ആയിരിക്കത്തില്ല, അതൊക്കെ നമ്മൾ ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. നീയൊക്കെ ഒന്ന് പോടെ പീഡിപ്പിക്കാതെ. ഗൈസ് തിങ്ക്, നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് പോയി വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ആം ഐ റൈറ്റ്? സോ ആർക്കെങ്കിലും എന്തെങ്കിലും ലൈക്ക് അവിടുന്ന് എന്തെങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടോ? അത് പിന്നെ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി മറന്നിരിക്കുകയായിരുന്നു. നമ്മളന്ന് കൊട്ടാരത്തിൽ പോയില്ലായിരുന്നോ? അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്ക് അവിടെ നിന്നൊരു കല്ല് കിട്ടി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, തിളക്കമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനതിങ്ങ് എടുത്ത് എൻ്റെ പോക്കറ്റിൽ ഇട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി മറന്നിരുന്നതാണ്. ഇപ്പോഴാണ് ആലോചിച്ചു, ഇനി അത് വല്ലതും ആയിരിക്കുമോ? കല്ലോ? എന്തൊരു കല്ല്? നീ ഒന്ന് എടുത്തോണ്ട് വന്നേ. ഓ, ഇത് കണ്ടിട്ട് നല്ല വിലപിടിപ്പുള്ളവരെ നമുക്ക് കണക്കുണ്ടല്ലോ, നമുക്കിത് കൊണ്ട് വിറ്റാലോ. നിക്കി വാടയ്ക്ക്. അപ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ട്രിപ്പ് പോയപ്പം അവിടുന്ന് വല്ലതും എടുത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? ഏയ് ഇല്ല. അപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഐ തിങ്ക് ഇത് തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നത്തിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. കുക്കു, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ എന്തിനാ വെറുതെ വഴി കൂടെ പോകുന്ന വള്ളികളൊക്കെ പിടിച്ച് തലയിൽ കയറ്റി വെക്കുന്നത്? അത് അവിടെ തന്നെ ഇട്ടിട്ട് വന്നുകൂടായിരുന്നോ നിനക്ക്? അത് പിന്നെ അത് കണ്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല. അത് ഒരു കല്ലല്ലേ, അതിനകത്തുനിന്ന് എന്തോ വരാനാ? പ്രേതോ? മോളെ, നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ആണെങ്കിൽ പല സാധനങ്ങൾക്കും ശാപം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം അതുപോലൊരു ശപിക്കപ്പെട്ട കല്ലാണ് ഇതെങ്കിൽ ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കേഴ്സ് വരുന്നത്. അപ്പം നിങ്ങളെല്ലാം പറയുന്നത് ഇവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ ഈ കല്ലാണെന്നാണോ? ആയിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് കൺഫേംഡ്. പക്ഷേ നമ്മൾ ട്രിപ്പ് പോയി വന്നതിന് ശേഷം ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ ഇതല്ലാതെ വേറൊരു സാധനം നമ്മുടെ കയ്യിലില്ല. അപ്പം പിന്നെ ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ കല്ല് കൊണ്ട് കളയണം, അപ്പം പ്രശ്നം തീരുമല്ലോ. എക്സാക്ട്ലി, നമുക്ക് കല്ല് കൊണ്ട് കളയാം, അപ്പം പ്രശ്നം തീരും. ഓക്കെ, അപ്പം നാളെ നമ്മൾ കല്ല് കൊണ്ട് കളയുന്നു. ഫൈനൽ. അപ്പം നമുക്ക് റൂമിൽ പോയാലോ? ഓക്കെ. കുക്കു, അവിടെ നിന്നെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താങ്കളോടൊന്നും സംസാരിക്കാനില്ല. ലൈക്ക് എന്തെങ്കിലും അപ്പോളജൈസ് ചെയ്യാനോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാനത് ഓൾറെഡി ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. ഓക്കെ, ക്യാൻ ഐ ഗോ? കുക്കു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം. എൻ്റെ തലയിൽ അതൊന്നും ഇല്ല. പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. ബൈ.
എടി എനിക്ക് നല്ല രീതിയിൽ എന്തൊക്കെയോ റോങ് അടിക്കുന്നടി. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാർത്തിയേട്ടാ, നിക്കേട്ടാ, അലക്സിച്ചായ ഓടി വായോ. എന്തോ പറ്റി കുക്കു, പറ എന്തോ പറ്റി? അത് ശരിക്കും സംതിങ് ഇസ് റിയലി ഓഫ്. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ കല്ല്, ഐ തിങ്ക് ഈ കല്ല് തന്നെയാണ് നമ്മുടെ പ്രശ്നം. എനിക്ക് തോന്നുന്നില്ല ഈ കല്ലെടുത്ത് നമ്മൾ കളഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. അതെന്താ ഇപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ, അതായത് ഈ 2 ദിവസം നമുക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഒന്നിൽ സാധനങ്ങൾ കാണാതാവുക, അതും ഇതൊക്കെ അല്ലേ. ദേ ഡിഡ്ന്റ് ട്രൈ ടു സ്കെയർ അസ്. അത് നമ്മളിതുവരെയും പേടിപ്പിക്കാൻ നോക്കിയിട്ടില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ കല്ല് കളയാമെന്ന് പറഞ്ഞപ്പോൾ ദേ ആർ ട്രൈങ് ടു സ്കെയർ അസ്. അതായത് നമ്മൾ കല്ല് കളഞ്ഞാലും നമ്മളെ വിട്ടത് പോവില്ല. അതായത് കല്ല് കളയുമ്പോൾ അതിന് നമ്മളുടെ ദേഷ്യം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം കുക്കു പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പിന്നെയും ആ കൊട്ടാരത്തിലോട്ട് പോയാലോ? ഐ തിങ്ക് നമുക്കുള്ള ഉത്തരങ്ങൾ അവിടുന്ന് കിട്ടാതിരിക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എടി കുക്കു, നിനക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ ഹോസ്റ്റലിൽ വന്ന ദിവസം നിനക്കൊരു കോൾ വന്നത്? അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കുമോ? അത് നിങ്ങളന്ന് ഹോസ്റ്റലിൽ വന്ന അന്നാണോ? അത് ഞാനായിരുന്നു. അതെൻ്റെ സെക്കൻഡ് സിമ്മിന്ന് വിളിച്ചതാ, ഒന്ന് പേടിപ്പിക്കാൻ. അമ്മ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ, ഐ മീൻ കുക്കു ഹോസ്റ്റലിൽ വന്നു. അപ്പോഴത്തേക്ക് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ അത്. ഏട്ടാ അട്ടലോക വേണ്ടേ, തൈര് നിന്നെ ഉണ്ടല്ലേ. അത് വിട്, നമ്മൾ ടോപ്പ് ചെയ്ത് മാറുന്നു. അപ്പം നിങ്ങളൊക്കെ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ ഇനിയും ആ കൊട്ടാരത്തിൽ ആ കല്ലിൻ്റെ ബാക്ക് സ്റ്റോറി അന്വേഷിച്ച് പോകണമെന്നാണോ?